എന്തെല്ലാം മാറ്റങ്ങൾ സാങ്കേതിക വിദ്യയിൽ വന്നു കഴിഞ്ഞാലും എത്രത്തോളം AI ഇംപ്രൂവ് ആയി കഴിഞ്ഞാലും അടുത്ത കാലത്തൊന്നും ഒരു ഫീൽഡ് ഔട്ട് ആവാത്ത ബിസിനസ് ആശയങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് കാണുന്ന ഈ ലൗഡ് ബിസിനസ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബിസിനസ് ആശയമായിരിക്കാം, എന്നാൽ അത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിൽ നിന്നും ആ ഒരു രീതിയിൽ നിന്നും വളരെ വൈകാതെ തന്നെ ആൾക്കാർ സൈലന്റ് ബിസിനസ്സിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാരോടൊന്നും പറയാതെ ബിസിനസ് റൺ ചെയ്യുന്നു, എന്നാൽ അത് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് വൈകാതെ തന്നെ ആൾക്കാരിൽ ഒരു മാറ്റമുണ്ടാകും. അത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചില ബിസിനസ് ആശയങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പങ്കിടുന്നത് 3 ബിസിനസ് ആശയങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രോഡക്റ്റുകളാണ്. ഈ 3 പ്രൊഡക്റ്റും ഒറ്റ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒറ്റ പ്ലാന്റിൽ നിന്നുമുള്ള പ്രൊഡക്ട്സുകളാണ്. ഒന്ന് ബനാന പേപ്പർ, 2 ബനാന ഫൈബർ ആൻഡ് മൂന്നാമത്തേത് ബനാന പൗഡർ. ഓക്കെ, ഇതിൽ ഓരോന്നും ഞാൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആരാണ് അതിൻ്റെ ബയേഴ്സ്, ഇതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഒന്നാമത്തേത് ബനാന പേപ്പർ. ബനാന പേപ്പർ എന്നുള്ളത് നിങ്ങൾ കേട്ട് തെറ്റിദ്ധരിക്കരുത്, അത് ഈ പേപ്പർ വാഴയിലയാണെന്ന് വിചാരിക്കരുത്. സാധാരണ കടലാസ് തന്നെയാണ് ബനാന പേപ്പർ, സാധാരണ പേപ്പർ തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്നത് ബനാനയുടെ സ്റ്റെമ്മിൽ നിന്നാണ്. ബനാന പേപ്പർ ഹൈലി എക്കോ ഫ്രണ്ട്ലി ആണ്, നല്ല സ്റ്റിഫ്നെസ് ആണ്, ആൻഡ് ഓൾസോ ഭയങ്കര സ്ട്രെങ്ത് ആണ്. കൺവെൻഷണൽ പേപ്പറിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ആണ്. ബയോഡീഗ്രേഡബിലിറ്റി വളരെ കൂടുതലാണ്. സോ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് എല്ലാം ഈ പറയുന്ന ബനാന പേപ്പറിനുണ്ട്. സാധാരണയായിട്ട് ഈ ബനാന പേപ്പർ എന്ന് പറയുന്നത് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. കൂടുതലായിട്ടും പ്രീമിയം നോട്ട്ബുക്സ്, ജേർണൽസ്, വെഡിങ് കാർഡ്, എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്, ആർട്ട് പേപ്പർ, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റുകൾ, ദെൻ ഗിഫ്റ്റ് റാപ്പിങ്ങിന് വേണ്ടിയിട്ട്, ദെൻ സ്കെച്ചിങ് പേപ്പർ, ഡെക്കറേറ്റീവ് പ്രൊഡക്ട്സ്, ഇത്തരം കാര്യങ്ങൾക്കാണ് സാധാരണ രീതിയിൽ ഈ പറയുന്ന ബനാന പേപ്പർ യൂസ് ചെയ്യുന്നത്, അതും പ്രീമിയം ലെവലിലുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾക്ക്. ഇതിൻ്റെ മാർക്കറ്റ് സ്കോപ്പ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിന് പ്രീമിയം സെഗ്മെൻറ്റിൽ നല്ല ഡിമാൻഡാണ്. ആൻഡ് മാത്രമല്ല എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി ഇത്തരം പ്രൊഡക്ട്സുകൾക്ക് ധാരാളം ഉണ്ട്. ആൻഡ് ഓൾസോ ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന, പ്രീമിയം സെഗ്മെൻറ്റിൽ പെടുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിനും വളരെ കൂടുതലാണ്. B2B മാർക്കറ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉപഭോക്താവ്, ബയേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സ്റ്റേഷനറി ബ്രാൻഡുകളാണ്. ഒപ്പം തന്നെ പാക്കേജിങ് കമ്പനീസ്, പ്രത്യേകിച്ച് ഈ ലക്ഷറി പ്രോഡക്റ്റുകളുടെ പാക്കേജിങ് കമ്പനീസ്, ഗിഫ്റ്റ് ബ്രാൻഡുകൾ, വെഡിങ് കാർഡ് മാനുഫാക്ചേഴ്സ്, ഒപ്പം തന്നെ ഈ എക്കോ ഫ്രണ്ട്ലി സ്റ്റാർട്ടപ്പുകൾ, ദെൻ പെർഫ്യൂം ബ്രാൻഡ്സ്, ജ്വല്ലറി ബ്രാൻഡ്സ്, ഓർഗാനിക് ബ്രാൻഡ്സ്, ഇത്തരം സെഗ്മെൻറ്റ്സിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന പ്രീമിയം പേപ്പേഴ്സിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ആൻഡ് ഹോട്ടൽസ്, റിസോർട്ട്സ്, കഫേസ്, അത് പ്രീമിയം സെഗ്മെൻറ്റ്, ലക്ഷറി സെഗ്മെൻറ്റിൽ നിൽക്കുന്ന റിസോർട്ട്സിലെല്ലാം ഇത്തരം പേപ്പേഴ്സിൻ്റെ ഡിമാൻഡ് ഡെഫിനറ്റ്ലി കൂടുതലാണ്. ഇത് ഒരിക്കലും ഒരു മാസ് പേപ്പർ പ്രൊഡക്ഷൻ ബിസിനസ് അല്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീമിയം ബയേഴ്സിനെയാണ്. ആൻഡ് ലെസ്സർ ക്വാണ്ടിറ്റീസേ അവർ പർച്ചേസ് ചെയ്യത്തുള്ളൂ, പക്ഷേ ഹയർ മാർജിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ പ്രൈസ് ആയിരിക്കും അതിനെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് വളരെ കുറവായിരിക്കും, അത്രേ മാനുഫാക്ചർ ചെയ്യാൻ കഴിയത്തുള്ളൂ, പക്ഷേ അതിന് നല്ല രീതിയിലുള്ള പ്രൈസ് ചാർജ് ചെയ്യാനായിട്ടും കഴിയും. ഇനി ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിലേക്ക് അടക്കാം. ഏകദേശം ഞാനൊന്ന് പറഞ്ഞുതരാം, ഇതിൻ്റെ ഒരു വിദഗ്ധനല്ല ഞാൻ, എങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മിഷനറീസ് അധികമായിട്ടൊന്നും വേണ്ടതായിട്ട് വരുന്നില്ല. കൂടുതൽ മാൻ പവർ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് കഴിയും. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന മിഷനറീസ് നമുക്ക് ഇതിനകത്ത് വലിയ രീതിയിൽ ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വാഴയാണ്. ഓക്കെ, ബനാന പേപ്പർ ആണല്ലോ. അപ്പം ഈ വാഴയുടെ സ്റ്റെം, വാഴയുടെ തണ്ട്, അതിനകത്തുള്ള ഉണ്ണിത്തണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള, ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിത്തണ്ട് എന്നാണ് അകത്തുള്ള കാമ്പിനെ പറയുന്നത്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. സാധാരണഗതിയിൽ ഈ വാഴത്തോട്ടത്തിലെല്ലാം ഈ വാഴ കൊലച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ പറയുന്ന വാഴത്തണ്ടിനൊക്കെ എടുത്ത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും. അപ്പം ഇത്തരത്തിലുള്ള തണ്ടാണ് റോ മെറ്റീരിയൽസ്. അപ്പം ഇതിനെ പീസായി മുറിച്ചതിന് ശേഷം, നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് പീസായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഫൈബർ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിനൊരു ഫൈബർ എക്സ്ട്രാക്റ്റിംഗ് മെഷീൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഫൈബർ എക്സ്ട്രാക്ട് ചെയ്യുന്നു. സോ ഫൈബർ എക്സ്ട്രാക്ഷൻ ആണ് ഇതിനകത്തെ ആദ്യത്തെ പ്രോസസ്സ്.
ദെൻ ഈ ഫൈബറിനെ സൂര്യപ്രകാശത്തിൽ വെയിലിൽ ഉണക്കുന്നു. നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്യുന്നു. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ബോയിൽ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളത്തിൽ നല്ല രീതിയിൽ ഇതിനെ പുഴുങ്ങിയെടുക്കുന്നു. പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ ഇതിനെ പൾപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അതിന് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യണം. അത് മിഷനറി യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിനെ പൾപ്പാക്കിയിട്ട് മാറ്റുന്നു. ഈ പൾപ്പിനെ സ്ക്രീൻ പ്ലേറ്റുകൾ യൂസ് ചെയ്തിട്ട്, സ്ക്രീൻ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറാക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന പ്ലേറ്റാണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് പേപ്പറാക്കിയിട്ട് മാറ്റുന്നു. ആൻഡ് അതിനെ നല്ല രീതിയിൽ എഗെയിൻ ഡ്രൈ ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്തതിന് ശേഷം ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് നല്ല രീതിയിൽ അത് പ്രസ് ചെയ്യുന്നു. അപ്പം ഏത് കനത്തിൽ വേണം അതിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന സ്ക്രീൻ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് അത് ഉണക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഹൈഡ്രോളിക് പ്രസ് യൂസ് ചെയ്തിട്ട് അതിനെ കൃത്യം പേപ്പർ രൂപത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിനെ എന്താണോ അത് വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് മാറ്റുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അധികം കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പ്രോസസ്സാണ്. അപ്പം ഇങ്ങനെയാണ് ഈ പറയുന്ന ബനാന പേപ്പർ നിർമ്മിക്കുന്നത്. സോ ബനാന പേപ്പറിൻ്റെ ഡിമാൻഡ് ഡെഫിനറ്റ്ലി ഉണ്ട്, പ്രത്യേകിച്ച് പ്രീമിയം സെഗ്മെൻറ്റിൽ. രണ്ടാമത്തെ ബിസിനസ് ബനാന സിൽക്ക് ഫാബ്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി. ബനാനയുടെ, അതായത് ഈ വാഴയുടെ സ്റ്റെം യൂസ് ചെയ്തുണ്ടാക്കുന്ന തുണികൾ നല്ല ഡിമാൻഡാണ്. പ്രത്യേകിച്ച് പ്രീമിയം മാർക്കറ്റിൽ, പ്രീമിയം സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ലക്ഷറി സെഗ്മെൻറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണത്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫാബ്രിക്കാണ്, തുണിയാണല്ലോ. ആൻഡ് രണ്ടാമതായിട്ട് ഈ ഹോം ഡെക്കേഴ്സ് ചെയ്യാനായിട്ട്, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു സ്റ്റാൻഡിങ് ലാമ്പ്, ബെഡ് ലാമ്പ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ചെയ്യാനും പ്രീമിയം എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ഫാബ്രിക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്യോർലി വീഗൻ ഫാബ്രിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലി ചെടിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ വീഗൻ ഫാബ്രിക് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പ്രീമിയം ബ്രാൻഡുകൾ തന്നെയായിരിക്കും. വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഫാഷൻ ഇൻഡസ്ട്രിയിൽ പ്ലേ ചെയ്യുന്ന പ്രീമിയം ബ്രാൻഡുകൾ തന്നെയായിരിക്കും ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാനുഫാക്ചറിങ്ങും ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ബനാന പേപ്പറിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് സാമ്യം വരുന്നത് തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഫൈബർ എക്സ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നു. എക്സ്ട്രാക്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ദെൻ അത് സൺ ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷം ഈ ഫൈബറിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്തതിന് ശേഷം ഇത് കോംബ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ നാരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇത് സ്പിന്നിങ് മെഷീനിലിട്ടിട്ട് ഈ ഫൈബറിനെ യാണാക്കിയിട്ട്, നൂലാക്കിയിട്ട് മാറ്റുന്നു. ദെൻ വീവിങ് മെഷീനിലിട്ടിട്ട് അത് തുണിയാക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. സാധാരണ നമ്മൾ തുണി ഉണ്ടാക്കുന്ന, നെയ്ത്ത് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, സെയിം തന്നെയാണ്. ഇതിൻ്റെ മെഷീനറീസ് എന്ന് പറയുന്നത് ഫൈബർ എക്സ്ട്രാക്ഷൻ മെഷീൻ, ഒപ്പം തന്നെ ഈ യാൺ സ്പിന്നിങ് മെഷീൻ വേണം, ദെൻ ഹാൻഡ്ലൂം മെഷീൻ. ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള സോക്കിംഗ് ടാങ്ക് പോലുള്ള കാര്യങ്ങൾ. ഇതിൽ ഈ പണി അറിയുന്ന ആൾക്കാർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരത്തിലുള്ള വീവിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം, സ്പിന്നിങ്ങും എല്ലാ കാര്യങ്ങളും അറിയുന്ന മാൻ പവർ, സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ഇതിന് അത്യാവശ്യമാണ്. മൂന്നാമത്തെ പ്രോഡക്റ്റ് ബനാന പൗഡർ. ആദ്യം നോക്കിയിട്ടുള്ള 2 പ്രോഡക്റ്റുകളും ബനാന സ്റ്റെമ്മിൽ നിന്നും, നമ്മൾ സാധാരണ കത്തിച്ച് കളയുന്ന ബനാന സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത് മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വാഴക്കയിൽ നിന്നുണ്ടാക്കുന്ന ബനാന പൗഡർ. ഇത് നമുക്കറിയാം, ബേബി ഫുഡിന്, ഹെൽത്ത് സപ്ലിമെൻറ്റ്സിന്, ഒപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ഫുഡ്സ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒന്ന് ബേബി ഫുഡ് ഇൻഡസ്ട്രി, ദെൻ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനീസ് ഇത് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബേക്കറി ഇൻഡസ്ട്രിയിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഹെൽത്ത് ഫുഡ് ബ്രാൻഡുകളും ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ബനാന പൗഡറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം നമുക്കറിയാം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആണല്ലോ. ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇനം ബനാനാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് അത് പീൽ ചെയ്യുന്നു, അതിൻ്റെ തോല് കളയുന്നു. ആൻഡ് അത് കട്ട് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു. ദെൻ അത് പൾവറൈസറിലിട്ട് പൊടിക്കുന്നു. ആൻഡ് ഇത് പാക്ക് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 ബിസിനസ്സുകളും ഞാൻ ഷെയർ ചെയ്തത് ഒരിക്കലും ഒരു B2C ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബനാന പൗഡർ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു, അതിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറിലാക്ക് പോലൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നു, ഇതിന് മാർക്കറ്റിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇറക്കുന്നു. ആ രീതിയിലല്ല. ഇവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ ബയേഴ്സിനെയാണ്. ഇത്തരം റോ മെറ്റീരിയൽസ് വാങ്ങാൻ ആവശ്യമുള്ള ബയേഴ്സിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ബയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഈ ബനാന പൗഡർ ആണെന്നുണ്ടെങ്കിലും, ബനാന സിൽക്ക് ആണെന്നുണ്ടെങ്കിലും, ബനാന ഫാബ്രിക് പേപ്പർ ആണെന്നുണ്ടെങ്കിലും, ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന, ഇത് ആവശ്യമുള്ള സ്ഥാപനങ്ങൾ ഈ ലോകത്തുണ്ടാവും.
ഐഡൻറ്റിഫൈ ദാറ്റ്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുക, പ്രൈസിങ് മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക, അവർക്ക് ഏത് രീതിയിലുള്ള ഏത് ക്വാണ്ടിറ്റിയിൽ ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് കിടക്കുക. മാനുഫാക്ചറിങ് ഈസ് വെരി ഈസി. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസോ മറ്റു കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടുന്ന ആവശ്യം വരുന്നില്ല, എക്സെപ്റ്റ് ഈ ഫൈബർ ഉണ്ടാക്കുന്നത്. കാരണം അതിന് കുറച്ച് ടെക്നിക്കൽ നോളജുള്ള ആൾക്കാർ വേണം. അതിനപ്പുറത്ത് വേറെ അങ്ങനെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പം ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഈ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇത്തരത്തിലുള്ള ബയേഴ്സിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോഴല്ല, കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം, അതായത് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഒന്ന് കടന്നതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കുക. ഒരിക്കലും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ഒരു ഷോർട്ട് സ്പാനിൽ നിങ്ങൾക്ക് വലിയൊരു റിട്ടേൺ തിരിച്ചു കിട്ടി അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നത്തെ കാലത്ത് അത്രത്തോളം ഈസി അല്ല, പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു ഇൻഡസ്ട്രിയിൽ. സോ എപ്പോഴും B2B ബിസിനസ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതൊരു ബിസിനസ് ഐഡിയ മാത്രമാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്കൊരു ഒരു ഐ ഓപ്പണിംഗ് ആവണം. ഇത്തരത്തിലുള്ള ബിസിനസ്സുകളും നമ്മുടെ നാട്ടിലുണ്ട്, ഇത്തരത്തിൽ നമുക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഐഡിയാസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു $1 million ക്വസ്റ്റ്യൻ ആണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പ്രൊഡക്റ്റുകളെല്ലാം ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഇത് വാങ്ങാനായിട്ടുള്ള ബയ്യേഴ്സിന് കിട്ടുമോ? ബയ്യേഴ്സ് ആരെങ്കിലും ഉണ്ടോ എൻ്റെ പരിചയത്തിൽ? ഇത്തരത്തിൽ പലരും ചോദിക്കുന്നുണ്ട്. ഇത് സംരംഭകർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതിന് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം, അതിന് പല കമ്പനീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം, പല ബ്രാൻഡുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് നമ്മൾ അവിടുത്തെ പർച്ചേസിങ് മാനേജേഴ്സിനെ അവരുടെ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ചെയ്തിട്ട് വേണം ഇത്തരം ബിസിനസ്സുകൾ ആരംഭിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മുടെ റെഡിയാണ്, അത് വാങ്ങാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് ഒരിക്കലും നമുക്ക് സക്സീഡ് ചെയ്യാൻ കഴിയത്തില്ല. റൈറ്റ്? നമുക്ക് ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ദെൻ അവിടെ സ്റ്റോക്ക് ഉണ്ടാവരുത്, ഈ സാധനം വിറ്റ് പോകണം. ആ രീതിയിൽ ഇനീഷ്യലി തന്നെ സെറ്റ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയതിനു ശേഷം മാത്രം ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുക, ഇത്തരം ബിസിനസ്സുകളിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു വിഷയമായിട്ട്, മറ്റൊരു ബിസിനസ് ആശയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.